ആരായിരുന്നു നിന്റെ വണ്ടിക്ക് ചോദിച്ചോണ്ടിരുന്ന രണ്ടുപേര്? എനിക്കറിഞ്ഞൂടാ. അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, കാരണം ഞാനും ഇവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് കണ്ടതാ അത് വ്യക്തമായിട്ട്. അതായത് ഞാനും സക്കീർ മാത്രമാണ് വണ്ടിക്ക് വേണ്ടി അവിടെ നിന്നത്. അവര് വ്യക്തമായിട്ട് കണ്ടതാ. അപ്പൊ 4 എണ്ണം വന്നിട്ട് ചുമ്മാ അടിക്കാന്നുള്ള ആർക്കും ഇതിലങ്ങ് വന്നതാ. കൊടുത്തില്ല നമ്മളടിച്ച്. അണ്ണാ ഇവിടെ വലിയ വിഷയം നടക്കുന്നത്. അവിടെ പെണ്ണ് കെട്ടി സൊള്ളല് വിളിച്ച് അപ്പത്ത് ലാലോ മാഫിയ ഒന്ന എന്നെ ഒഴിവാക്കിയല്ലേ വാസണ്ണല്ലേലും. ഞാൻ മീഡിയം സ്റ്റാറിന്റെ ഇവിടെ നിന്ന് കളിച്ച് വണ്ടി ഇടിച്ച് ചാവാനൊന്നും എനിക്ക് എന്റെ വണ്ടിയില് ഞാന് വാസവണ്ണൻ മന്ദാര SRK 4 പേരാ. 4ാമത്തെ വണ്ടി സക്കീർ അമ്പത്തൂര് സെക്കൻഡ് വണ്ടി. ലോലന് ഇലക്ഷൻ മാഡി ഹോസ്പിറ്റൽ ഇപ്പൊ ബാലൻ കേശം എല്ലാം ആളായല്ലേ? എവിടെടാ? എടാ ഒരു വണ്ടിയില് ഇനി ലൈക്ക് അതായത് 1-2 പേരുള്ള വണ്ടി ഏതാ? നമ്മള് ചർച്ചിന്റെ അതുവഴി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവന്മാര് വന്ന് ചാടാൻ ചവിട്ടിയേ. ടയറേ ചന്ദ്ര കുറച്ച് അഗ്രഷൻ കണ്ടിക്കാൻ തന്നെ ഉണ്ടാവും. ഇവരെ അഗ്രഷൻ കളിക്കട്ടെ. റബൽ ബിൽഡിംഗ് ഹാർമണി വെള്ളം നോക്കിയോളാട്ടാ. സ്പാം ചെയ്യലടാ. ഇതിന്റെ മണ്ടയ്ക്ക് വേറെ വണ്ടി ഉണ്ടല്ലോ. വേറെ അത് വേറെ അല്ല അങ്ങോട്ട് പോണ്ട സാൻഡി അല്ലേ? അവരവിടെ തന്നെ ഉണ്ടാവും ജീന്റെ അടുത്ത് മിക്കവാറും. മിക്കത് ഓപ്പൺ സൈഡ് എടുക്കാൻ നോക്കണ്ട കേട്ടാ. 27 പേരുണ്ട്, നമ്മള് 21 അല്ല. യൂട്യൂബ് സൈബ് ആണോ അതോ മാക്സിമം ഒരു വണ്ടിനെ കിട്ടുമോ നോക്കണേ. ഇൻഫോ എടുത്ത് നോക്കാം നമുക്ക്. ചാടിക്കൽ കമ്മിറ്റി അല്ലേട്ടാ. എങ്ങനെ കുത്തോടെ ഒരുമിച്ച് ചാടിക്കറി കുത്തോടാ. നമുക്ക് ഒരു വണ്ടീനെ എടുത്ത് കളിക്കാൻ. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആര് വിളിച്ചാലും കോള്, ആര് കുത്താൻ വിളിച്ച് ഹെൽപ്പ് ബാക്ക് വിളിച്ചാൽ അവിടെ കുത്തിക്കോ കേട്ടാ. എടാ എന്നും പറഞ്ഞ എല്ലാരും കൂടെ അലക്കല് കേട്ടാ റേഡിയോയില്. അതെ അതാ ഞാൻ പറഞ്ഞേ. ഇൻ കേസ് ഏതെങ്കിലും വണ്ടി എവിടെയെങ്കിലും പെട്ട് കുത്താൻ പറയുവാണെങ്കിൽ അവിടെ കുത്തിയെടുത്തോ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ചാറ്റിലിങ്ങനെ ഇത് മാത്രമല്ലേ? ഇത് മാത്രല്ലേ? അല്ല വേണ്ട. നിങ്ങളൊക്കെ എവിടെ ലൊക്കേഷൻ എന്ന് പറയുമോ? പിങ്ങിട്ടെ ഞാൻ മിക്കതല്ല. എടാ 2 പേരുള്ള വണ്ടികൾ ആരൊക്കെയായിരുന്നാ കളിക്കുന്നത്? കാണിച്ചാ വേറെന്തോ ശ്രദ്ധിച്ചോണ്ടിരിക്കായിരുന്നു. അവിടെ ഇതായി വീഡിയോമായി കാര്യങ്ങളെ. ഇവിടുത്തെ അഡ്മിൻസിന്റെ തലപ്രാന്ത് നീ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി ചന്ദ്ര. അടുത്ത് KTM അക്സെപ്റ്റഡ് സ്റ്റാൻഡ് 2 ഗ്യാങ് അടിച്ചോണ്ടിരിക്കുകയാണ്. പലേറ്റോ XXX എന്താ സംഭവം? 30 ഗ്യാങ്ങിലെ അവർക്കും ഓൾ വാർസ് കണ്ടിന്യൂ. ആളെ കൂട്ടാൻ വേണ്ടിട്ട് ടൈം എടുത്തോണ്ടിരിക്കാൻ നിൽക്കുന്നു. ഇനി എന്തിനാണ് 29 പേരായി. 29 വെച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ അല്ലടാ. നമുക്ക് ഈ ഹാർമോണിൽ ചടിക്കാൻ പറ്റുമോ? ഹാർമോണിൽ വേറെ ആളില്ലേ ഓൾറെഡി?
ഒരു സിറ്റിസൺ വണ്ടി വന്ന കണ്ണാപ്പിയാണോ? ഈ ഉള്ള ഗ്യാപ്പിൽ എടാ നമുക്ക് ആ വിൻഡ് ബില്ല് പിടിച്ചാലാ. അപ്പൊ ആ വിൻഡ് ബില്ല് പിടിക്കാൻ പറ്റിയുള്ള അഭിപ്രായം എന്താ? വിൻഡ് ബില്ല് സൈഡ് ഓപ്പൺ ആണ്, 29 പേരുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജ് പോയാലോ? മറ്റേ പ്ലെയിൻ ക്രാഷിന്റെ അവിടെ അവര് ഈ വഴിയല്ലേ വരും. അല്ല അപ്പൊ നമ്മുടെ പ്രീ വാറില്ല. അപ്പൊ നമുക്ക് ഏത് സ്ഥലം എടുക്കാലോ? അങ്ങനെ ഒരു നിശ്ചിത സ്ഥലമില്ലല്ലോ നമുക്ക്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് വിൻഡുബിൽ എടുക്കുന്നോണ്ട് ഈ മലയില് റെയിൽസിന്റെ മലയിൽ ടയർ അടിച്ചു പൊട്ടിച്ചിട്ട് അങ്ങനെ കളിച്ചാൽ അവിടെ കുത്തണ്ട, അവിടെ കുത്തി കളിച്ചാൽ അവർക്കുണ്ട്. ഈ വണ്ടി മറിയും ഇവിടെ കല്ലിന്റെ ഇവിടെ അങ്ങനെയുണ്ട്. നമുക്ക് ഓഫ് റോഡ് ഒരുപാട് പോകാൻ പറ്റത്തില്ലേ? നമ്മൾ ഇവിടെ ആണ് മാർക്ക് നോക്ക്. പാലത്തിലുണ്ട്. വീട്ടിന്റെ അടുക്ക വാടാ. അപ്പുറത്ത് കറണ്ട് പോയില്ല, കറണ്ട് വന്നിട്ടില്ല. കറണ്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം പറഞ്ഞല്ലേ? ലൊക്കേഷൻ വെക്കുന്നേ ട്രിവാൻഡ്രം പറഞ്ഞ ലൊക്കേഷൻ എയർഫീൽഡിലോട് ഇല്ലാണ്ടായി പോവാന്മാര്. ഞാനൊരു കാര്യം പറയട്ടെ, ഇറങ്ങിട്ട് ഹലോ എല്ലാരും ഞാൻ പുന്നമൂട് കൂടൽ എയർഫീൽഡ് ജംഗ്ഷന്റെ അടുത്ത്. അപ്പൊ അവര് ഒരെണ്ണം പറയും, പിന്നെ ഇത് തള്ളക്കുള്ളിയില് കലാശിക്കത്തുള്ളൂ. രണ്ടാം മാർക്ക് ബാങ്ക് കിട്ടുമല്ലോ. എയർഫീൽഡ് ആരാ എലിയെ പെണ്ണാണ് അതിനകത്ത്? ഇറങ്ങി നിന്നിട്ട് ആരടിച്ചു പൊട്ടിച്ചാലോ? നമ്മുടെ അല്ല, അവരല്ല. എയർഫീൽഡ് ഉണ്ട് ലോല. എയർഫീൽഡ് ലെഫ്റ്റിൽ വരുന്ന അമ്മാരാണോ നോക്കിയേ? അതവിടെ ഒറ്റ വണ്ടി വാ. എന്റെ പിങ്ങുവാ. വണ്ടിയല്ല അവിടെ ഉണ്ട്. എല്ലാരും ഉണ്ട്. തെറിച്ചൊക്കെ ഉണ്ട്. ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങി അടിച്ചു. വാസന അവിടെ പെടല്ലെങ്കിൽ പറഞ്ഞേ. ഈ പിങ് പറഞ്ഞേ, വിളിച്ചു പറഞ്ഞേ. തിരിച്ചു വരാവോ? ഇവിടെ ബ്രിഡ്ജ് വാ. അവര് വരുന്നേ, വണ്ടിയിൽ കയറിയ ഇറങ്ങി നിക്കല്ലേ. എല്ലാത്തിനും പഠിക്കും. എടാ അവന്മാര് ഭയങ്കര അഗ്രഷൻ കാണിക്കുന്നുണ്ട് അവന്മാര്. ടയർ പൊട്ടിച്ചാൽ ആളിന്റെ വില അത്രേ ഉള്ളൂ. റിവേഴ്സ് പോണാര് ഇവിടെ വന്നേ. പിങ് വന്നേ. സപ്പോർട്ട് വന്നേ. രണ്ട് വണ്ടിയുള്ളൂ ഇവിടെ, ഇറങ്ങി ടയർ അടി. ബാക്കി വണ്ടി സപ്പോർട്ടർ വന്നു. പാലത്തിന് വേണ്ടിക്ക് അവന്മാർ ഇറങ്ങിക്കുന്നത്. എല്ലാ വണ്ടി ഇങ്ങോട്ട് പിങ്ങി വാ. എല്ലാരും കൂടാ ഇറങ്ങി വേറെ വണ്ടിയുള്ളത്. ചൂടാ കണ്ട് നമ്മുടെ പിള്ളേര് മോളി കുത്തി. അടിപൊളിയാടാ, സൂപ്പറാ. താഴെട്ടടി. എടാ ഇവര് കൊറേ പേരുണ്ട്, പക്ഷെ ഇവരെങ്ങനെ അടിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കേട്ടോ അടി മക്കളെ കേറി അടിയടാ. പണ്ണടല്ലത്തിന് ചുമ്മാ പണ്ണാം. കിട്ടിയാങ്കളാ നമ്മളെ. ഇവരെ വളഞ്ഞിട്ട് അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇവരെ വളഞ്ഞിട്ട് വണ്ടി എടുക്ക്.
എടാ വണ്ടി എടുത്ത് കറങ്ങുക കേട്ടാ, ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചോ. ചുമ്മാ അടിക്കാം വണ്ടി ഇതിട്ട് ചുമ്മാ അടിക്കാം മോനെ. പുല്ലില് ഒരു ടീം വന്നാട്ടാ. നമുക്കൊരു സെക്കൻഡ് ആടിന്റെ ലൈവെല്ലാം കാണാം, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ. എന്തെങ്കിലും ഡൗൺ ആയിട്ടുണ്ട്. T47 ടിവിയുടെ ഇത്രയും പ്ലേയേഴ്സ് ബാക്കിയാണ്. മോനെ ഞാൻ ഇവരൊക്കെ ഈഗിള് വരെ ബാക്ക് സ്റ്റാബ് അടിച്ച് കളഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈഗിളിന്റെ ഒക്കെ ബാക്ക് സ്റ്റാബ്. മോനെ നീയൊക്കെ മുമ്പാന്ന് വിചാരിച്ച അങ്ങ് ചുമ്മാ വന്നിട്ട് കുണ്ണേ. അത്രേ ഉള്ളൂ മക്കളെ, അത്രേ ഉള്ളൂ. വിളിക്ക് എല്ലാത്തിനെയും. കത്തിറ വായിട്ട് കത്തിറ എല്ലാത്തിനെയും. കത്തിക്കറല്ലേ എടാ, കത്തിക്കറ എല്ലാത്തിനെയും. മാരങ്ങ് നമ്മളെ വന്നങ്ങ് മൂഞ്ചിട്ടങ്ങ് പോകാന്ന് വിചാരിച്ച് വിലയാടികള്. മോനെ നമ്മള് 23 നിന്ന് 29 കിടത്തി, അത്രേ ഉള്ളൂ. രണ്ടു ബംഗാളികളെ കൂടെ കൊണ്ടുവരാൻ ഇനി അടിക്കാൻ. പന്ന പോലെയാടികള് 30 പേര് നശിച്ചല്ലോ. 30 പേര് നശിപ്പിച്ച് അത്രേ ഉള്ളൂ. 21 പേരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എടാ ഞാൻ എഴുതി പറഞ്ഞടാ നീ, അതായത് ഇവന്മാര് എല്ലാം കൂടെ കൂട്ടോണം. അവന്മാർ താഴെ ഇറങ്ങി ഓടിയപ്പോഴേ നിങ്ങള് മോളി വന്നില്ലേ കൊറേ പേര്, നിങ്ങള് ബാലൻ, നിങ്ങൾ കുറച്ച് ടീം മോളി വന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇവരെ പണ്ണുവന്ന്. ഓപ്പണിൽ കിടന്ന് ചെതറി ഓടണ ഒരു കൂട്ടം. ഞാനാണെങ്കിൽ അടിച്ചോണ്ടിരിക്കും, രോമാഞ്ച മൊമെന്റ്. എന്തിനാ അറിഞ്ഞൂടാ, ആ കൗണ്ടിന്റെ ആണോന്ന് അറിഞ്ഞൂടാ. 29 വെച്ചിട്ട് ചുമ്മാ സീൻ കളി. അഡ്മിൻ ലൈവിൽ പോലും അവര് വിചാരിച്ചില്ല നമ്മൾ അടിക്കുമെന്ന്. കാരണം നമ്മൾ ഈ കൗണ്ട് ഇത്ര ആയതുകൊണ്ട്. ചന്ദ്ര ഫസ്റ്റ് പിക്ക് എടുത്ത ഞാനാണ്, മനസ്സിലായോ? അറിയാ നമ്മള് വിഷയം ഇനിഷ്യേറ്റീവ് ആയിരുന്നു കേട്ടാ. അതെ കിടിലടിയായിരുന്നു. കാരണം നമ്മുടെ റിച്ച് ഉണ്ടായിരുന്നു. ഡ്രൈവറിനെ ഡൗൺ ആക്കി. നീ ഡൗൺ ആയപ്പോഴാണ് ആ വണ്ടി നിന്നത്. അപ്പൊ സൈഡിൽ നിന്ന് ഒരുത്തനെ എനിക്ക് കിട്ടി, വേറെ ഒരുത്തനെ എനിക്ക് കിട്ടി. ദീപാവലി എന്നെ ഒന്ന് EMS ഒന്ന് വിളിക്കുവോ? കുറച്ചവരെ ആ മന്ദാരത്തിന് കൊടുത്ത വാക്കങ്ങ് പാലിച്ചു, മനസ്സിലായില്ലേ? മന്ദാര ആ വാക്കങ്ങ് പാലിച്ചു. വേറെ കൂടെ നോക്കട്ടെ, ഒരുത്ത കൂടെ നോക്കട്ടെ. ഇത് അവൻ തന്നെയാണെന്ന്. കണ്ടി ബ്ലാക്കൗട്ട് ഉണ്ടോ? കണ്ടി ബ്ലാക്കൗട്ട് ഒരു കൂട്ടുണ്ടല്ലോ. എടാ ഒരു മിനിറ്റ് എടാ, ഒന്ന് മാസ്ക് പറഞ്ഞ എല്ലാരും ഒന്ന് ഒരാളെ തപ്പടല്ല. ആണാ ഓക്കെ. ഇന്ന് ഫയലിട്ടില്ല നീ? വൈറ്റ് മാസ്ക് പർപ്പിൾ. അണ്ണ എനിക്ക് എന്റെ മൊബൈലിൽ രൂപ.
എല്ലാരും കൂടെ അങ്ങ് പറഞ്ഞു കേട്ടോ ഈ സാധനം എടുത്ത് എടാ നേരത്തെ ഇല്ലടാ നേരത്തെ ചവിട്ടിയപ്പോ ഇല്ലടാ ഒരു മിനിറ്റ് പാല നേരത്തെ ചവിട്ടിയപ്പം ഗ്യാങ് ഹൗസിലിട്ട് ചവിട്ടിയപ്പോഴത്തേക്ക് എന്തൊരു ഡയലോഗ് പറഞ്ഞല്ലടാ ഇങ്ങനെ കിടക്കോടാ ചവിട്ടി കഴിഞ്ഞാൽ മനസ്സിലായില്ല അതാണ് പ്രശ്നം കാരണം എടാ ഞാനവിടുത്തെ കോലിയിടറാ മനസ്സിലായാ ഒരു ഡയലോഗ് ഉണ്ട് പിടിച്ചോ എയിമ് തൊലിച്ച് നടക്കുന്ന ഒരു വേറെ ഒരുത്തൻ എയിം എന്ന് പറഞ്ഞ് ദൈവം എന്നാണ് വാസണ്ണ പ്ലസർ മൊമെന്റ് വാസണ്ണ പ്ലസർ നാള് വരുത്തുന്നുണ്ട് കേട്ടോ മറക്കല്ലേ 30 പോരായിരുന്നു അവർക്ക് ഇനിയും വേണം പറഞ്ഞ് നിക്കുവായിരുന്നു ഒരു 100 പേരെയും കൂടെ എന്തിനാ ക്ലോസിൽ പോലടാ എന്നെയും കൂടെ കത്തിച്ച് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വാസണ്ണ ഹോസ്പിറ്റലിൽ പോയാലേ ഇപ്പൊ ഒരു ജാപം കാണാം നമുക്കത് പോയാലോണ്ണ എടാ കോടേനെ പറയണ്ട എടാ നമുക്ക് തീരുമാനിക്കാം അമ്മാരുടെ ഇവന്മാരുടെ സൗകര്യത്തിന് ഇരിക്കുമല്ലോ നമ്മളിവിടെ എന്തോ അതല്ല ഒരു കാര്യം പ്രീ വാർ അടിച്ചാൽ വാർ അടിക്കണം മസ്റ്റാണ്. അല്ല അങ്ങനെ നിർബന്ധമുണ്ടോ? റിജക്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ ഇവിടെ സമയം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ റിജക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല കൊടുക്കാണ പിള്ളേര് നാളെ ഓണപ്പരീക്ഷ എഴുതണ്ട. വാർ വിളിച്ചു കഴിഞ്ഞാൽ വാർ വിളിച്ചു കഴിഞ്ഞാൽ വാർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് സമയമുണ്ട്. അവര് വാർ വിളിച്ചേക്കുന്ന 12:57. അപ്പൊ നമുക്ക് 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് 12. പോയി എല്ലാം ഓടി ഗ്യാങ്റോ അല്ലല്ലോ വരുന്നത്, മറ്റേ WR മീറ്റിങ്ങിന് ഒരു ദാക്ഷിണ്യം വേണ്ട, കൊണച്ച് സംസാരിച്ചാ മതി കേട്ടാ. നിന്റെയൊക്കെ 30 പേരെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. 30 പേരെ അന്നേരം 4 കോണ അടിക്കണ്ടായിരുന്നു. നീ എവിടെ ആയിരുന്നു? അന്നേരം കൊണ്ട അടിച്ചല്ലോ. ാണ് വാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം. ചട്ടൂരിയുടെ തീട്ടാ നീ ട്രിഗർ ചെയ്തേ മീറ്റിംഗ് വിളിച്ച ട്രിഗർ ചെയ്തേ. പിന്നെ എവിടെ നിങ്ങൾ എവിടെ?